നാമത്തിനാണ് ഇവിടെ മുഖ്യം. ഏത് നാമായാലും വിരോധമില്ല. പക്ഷേ ഒരു സ്ഥാപനമായതുകൊണ്ട് ഇവിടെ ഓരോരുത്തർ ഓരോ നാമം ചൊല്ലിയാൽ കേൾക്കാൻ സുഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഓം ശ്രീരാം ജയറാം ജയ ജയറാം എന്ന നാമം ചൊല്ലണം. കാരണം ആ നാമമായിരുന്നു ഗുരുദേവൻ സാധനയ്ക്ക് ഉപയോഗിച്ചത്. ഈ നാമത്തിൻ്റെ തന്നെ അർത്ഥവും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓം എന്ന് പറഞ്ഞാൽ ഈ നാമവും രൂപവും ഇല്ലാത്ത ആ ശക്തി. ശ്രീ എന്ന് പറഞ്ഞാൽ നാമവും രൂപവുമായി പ്രത്യക്ഷപ്പെടുന്ന ഈ പ്രകൃതി, നമ്മളെ കാണുന്ന പ്രപഞ്ചം. രാം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇതിന് രണ്ട് അതീതവും. ജയ് എന്ന് പറഞ്ഞാൽ വിജയിക്കട്ടെ. ഏതൊരു ശക്തിയാണോ നാമവും രൂപവും ഇല്ലാതിരിക്കുന്നത്, ഏതെന്നാണോ നാമവും രൂപവുമായി നമ്മൾ കാണുന്നത്, ഏതെന്നാണോ ഇത് രണ്ടും ഇതിന് രണ്ട് അതീതമായിരിക്കുന്നത്, ആ ശക്തി ഞാൻ നമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ, അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങും. ഇന്ന് നമ്മളിപ്പോൾ കുടുംബത്തിലെ ആൾക്കാരെ സ്നേഹിക്കുന്നു, സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണോ ഈശ്വരൻ? അതല്ല, അത് തുടക്കമാണ്. അതിൽ വന്നിട്ട് നമ്മൾ പ്രതീക്ഷയുണ്ട്, കുറച്ച് പേർക്കേ കൊടുത്തിട്ടുള്ളൂ. യഥാർത്ഥ സ്നേഹം വന്ന് പ്രതീക്ഷയില്ലാത്തതും എല്ലാവർക്കും ഒരുപോലെയും. അതെങ്ങനെയാണ് അത് മനസ്സിലാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രകൃതി അമ്മേനെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു എല്ലാവർക്കും ഒരുപോലെയാണല്ലോ, ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ പുച്ഛിച്ചാലും പരിഹസിച്ചാലും വേണ്ടാന്ന് പറഞ്ഞാലും വായു നമുക്ക് തരും. കാരണം വായുവിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് സ്നേഹം. ഞാനിവിടെ വരുമ്പോൾ തന്നെ എനിക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്, പ്രകൃതിയുടെ രൂപത്തിലും സമൂഹത്തിൻ്റെ രൂപത്തിലും. അപ്പോൾ ഒരു നന്ദിയും കടപ്പാടും വരികയാണ് ഈശ്വരൻ്റെ സൃഷ്ടിയായ സമൂഹത്തോടും പ്രകൃതിയോടും. ഞാനെങ്ങനെ തിരിച്ച് ചെയ്യുക? എനിക്കിതുമാതിരി കണ്ടുപിടിച്ച് കൊടുക്കാനൊന്നും ആവില്ലല്ലോ. പക്ഷേ എൻ്റെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് ഹിതകരമാവണേ ഈശ്വര എന്നൊരു പ്രാർത്ഥന. ദോഷം എന്തായാലും വരരുത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയും സർവഭൂത ഹിതേരതാണ്. എല്ലാവർക്കും പ്രയോജനമാവണേ. ഓരോരോ ചിന്തയും ഓരോരോ വാക്കും ഓരോ പ്രവൃത്തിയിൽ ഇത് വരണേ. ഞാൻ മറന്നു പോകണു, പരാജയപ്പെട്ടു പോകണു. ഞാനും എൻ്റെതെന്ന് വരുമ്പോഴാണ് ഇത് പരാജയപ്പെട്ടു പോണത്.